അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വസ്തുതകൾ, അതായത് ചട്ടങ്ങളെയും ആക്റ്റുകളെയും ഭൂരിപക്ഷത്തെയും ഒക്കെ മറികടക്കുകയും ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, പല വിഷയങ്ങളെ കുത്തിത്തിരിക്കുന്നു നിങ്ങൾ എന്ന രാഷ്ട്രീയ ആരോപണം, കോടതിയിൽ ഇന്നേറ്റ തിരിച്ചടി, ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ സേവാഭാരതിയുടെ RSSുമായി ബന്ധപ്പെട്ടൊരു സംഘടനയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതും ഉദ്ഘാടനം ചെയ്തതും VCമാരാണ്. നോക്കൂ ഏതൊക്കെ തരത്തിലാണ് അതിനെ കാണേണ്ടത്. മലപ്പുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കാലിക്കറ്റ് VC ഡോക്ടർ P രവീന്ദ്രൻ, സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K ശിവപ്രസാദ് തിരുവനന്തപുരത്തെ അതേ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ആരോഗ്യ സർവകലാശാല പ്രോ VC ഡോക്ടർ CP വിജയൻ ആലപ്പുഴയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ കൃത്യമായി ഒരു രാഷ്ട്രീയവൽക്കരണം സംഘപരിവാർ ഇവിടെ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് അവർ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല എന്നുള്ളതല്ലേ ബോധ്യമാകുന്നത്. VPP മുസ്തഫയ്ക്ക് അദ്ദേഹം സംസാരിപ്പിച്ച് അവസാനിച്ചതിന് തന്നെ മറുപടി തുടങ്ങാം. അദ്ദേഹം സംസാരിച്ചപ്പോൾ താങ്കളും ഇടപെട്ടിട്ടില്ല, ഞാനും ഇടപെട്ടിട്ടില്ല, അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ രാജ്യം വിവിധ സംസ്കാരങ്ങളുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ രാജ്യത്ത് ഭാരതമാതാവിനെ പല രൂപത്തിലും പല രീതിയിലും പൂജിക്കുന്നവരുണ്ട്. അതിൽ ഭക്തിയും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് മണ്ണിനെ പൂജിക്കുന്നവരുണ്ട്, പശുവിനെ പൂജിക്കുന്നവരുണ്ട്, സിംഹത്തെ പൂജിക്കുന്നവരുണ്ട്. പലതരത്തിൽ എല്ലാ രീതിയിലും പൂജിക്കപ്പെടുന്നവർ ഈ രാജ്യത്തുണ്ട്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെയുണ്ട്. അതിൽ ചിലപ്പോൾ രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ വ്യത്യാസം വരാം. അല്ലാതെ ശരിയ നിയമത്തിലൂടെ രൂപമോ ഭാവമോ ദൈവത്തിൻ്റെ വ്യത്യാസമോ മാറിയാൽ കയ്യുമോ തലയോ വെട്ടുന്ന കിരാതക നിയമമുള്ള രാജ്യമല്ല നമ്മുടേത് എന്ന് VPP മുസ്തഫയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രാജാ രവിവർമ്മയുടെ ചിത്രത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമാണ് സരസ്വതി ദേവിയുടെ ചിത്രം. ആ സരസ്വതി ദേവിയുടെ ചിത്രം നഗ്നമായി വരച്ച് അപമാനിച്ച MF ഹുസൈനെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് MF ഹുസൈന് അതിൻ്റെ കാരണത്താൽ ഈ രാജ്യം വിടേണ്ടി വന്നു. നാളിതുവരെ മരിക്കുന്നത് വരെ അയാൾക്ക് ഈ രാജ്യത്ത് കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കെതിരായിരുന്നു അയാൾക്കെതിരെയുള്ള ഈ രാജ്യത്തിൻ്റെ പ്രതിഷേധം. അതാണോ നിങ്ങളുടെ സംസ്കാരം? അതാ ആ MF ഹുസൈനല്ലേ നിങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഈ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? ആ രവിവർമ്മയുടെ ചിത്രത്തെ പറ്റി ചോദിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉളുപ്പുണ്ടെങ്കിൽ VPP മുസ്തഫ അതിൽ മാപ്പ് പറയണം. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയട്ടെ. ഒരുപാട് ആരാധനാ രീതികൾ ഈ രാജ്യത്തുണ്ട്. ഏത് രീതിയിലും ഭാരതമാതാവിനെ ഈ രാജ്യത്ത് പൂജിക്കാം. ആരും നിങ്ങളുടെ തലവെട്ടില്ല, ആരും നിങ്ങളുടെ കൈവെട്ടില്ല. ഭാരതമാതാവിനെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടയ്ക്കിടപെടരുത്. ഏത് ഭാരതമാതാവിനെ പൂജിക്കണമെന്ന് AKG സെന്ററിൽ നിന്ന് തിട്ടൂരമെന്ന് വേണ്ട, ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഭാരതമാതാവിനെ പൂജിക്കുന്നുണ്ട്. ഒരു രാജ്യത്തും ഭാരതമാതാവിന്റെ ചിത്രം നിരോധിച്ചിട്ടില്ല. ആ നിരോധനം ഈ സർവകലാശാലയിൽ കൊണ്ടുവരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് 4 ആയിട്ട് മടക്കി AKG സെന്ററിൽ വെച്ചാൽ മതി. ഇനിയും ഭാരതമാതാവിനെ ഇവിടെ പൂജിക്കും. ഇനിയും മന്ത്രിമാർ പൂജിക്കും, പ്രധാനമന്ത്രിമാർ പൂജിക്കും, മുഖ്യമന്ത്രിമാർ പൂജിക്കും. വിഗ്രഹങ്ങൾ മാത്രമല്ല ചിത്രങ്ങൾ അതും പൂജിക്കുന്നത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ വലിയ താമസമില്ലാതെ കാണാൻ കഴിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരൊറ്റ ചോദ്യം, നെൽകർഷക തലയിൽ നെൽക്കതിരും ഏന്തി നിൽക്കുന്ന, അധ്വാനിക്കുന്നതിൻ്റെ ചുളുക്കും വിയർപ്പും വീണ് കറുത്ത ഒരു നെൽകർഷകയെ ഭാരതമാതാവായി കണ്ടുവരച്ചാൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ഈ രാജ്യത്തെ ഏതൊരു പൗരനും ബഹുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി ഏത് രീതിയിലും ഭാരതമാതാവിനെ ഈ രാജ്യത്ത് പൂജിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും. രാജ്യത്തിന്റെ പതാക ഈ ലോകമെങ്ങും ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ഭഗവത്ധ്വജത്തെയും കാവ്യ പതാകയൊക്കെ കാണുമ്പോൾ വലിയ അസ്വസ്ഥതയുണ്ട്. നിങ്ങൾക്ക് മാർക്സിനെയോ എംഗലിനെയോ ലെനിനെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അവരെയൊന്നും വിദേശികളെ കാണുമ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുമില്ല. നിങ്ങൾക്ക് ഈ മണ്ണിനോടും നാടിനോടും എല്ലാ കാലത്തും അസ്വസ്ഥതയും വെറുപ്പും എതിർപ്പുമാണ്. അതുകൊണ്ടാണ് രൂപം കൊണ്ടത് 1925 ആ 100 വർഷം കഴിയുമ്പോൾ മാർസിനെ ഒരു വിദേശിയായി കാണുന്നു എന്നുള്ളത് ലോകത്തിന്റെ മനുഷ്യനെ കുറിച്ച് സംസാരിച്ച ഒരു തത്വചിന്തകൻ. ഞാൻ അദ്ദേഹത്തിന്റെ തത്വചിന്തയോ കമ്മ്യൂണിസത്തെയോ അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ബഹുമാനമുണ്ട്. ഒരു രാഷ്ട്രീയം അദ്ദേഹം ഒരു തിയറി വെച്ചു. പക്ഷേ സ്വന്തം നാടിന്റെ മഹത്വം അറിയാത്ത, സ്വന്തം നാടിന്റെ സംസ്കാരം അറിയാത്ത, വിദേശ ആശയങ്ങളിൽ പിറകെ പോയി ഈ രാജ്യത്തെ നശിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ബംഗാളും ത്രിപുരയും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. വ്യക്തികൾക്ക് യാതൊന്നുമില്ല, ആശയങ്ങൾക്കാണ് പ്രസക്തിയുള്ളത്. തീർച്ചയായും താങ്കൾ ധരിച്ചിരിക്കുന്ന വാച്ച്, താങ്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഇതെല്ലാം ഇന്ത്യയിൽ മാത്രം ഉണ്ടായതാണോ? ഇന്ത്യയിലുള്ളതുണ്ട്, രാജ്യത്തേക്ക് കൂടുതൽ മനുഷ്യന്റെ പൊതു നന്മയെ നമ്മൾ സ്വീകരിക്കല്ലേ, വിദേശികൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ മെറിറ്റുകളിൽ സ്പർശിക്കാതെ എവിടെയൊക്കെയോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതാണ് എടുത്തുകൊണ്ട് ഓടുകയാണ് അങ്ങനെ നശിച്ചതാണ് ബംഗാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോലും ഒരു പ്രതിനിധി ഇല്ലാതെ ബംഗാൾ നിങ്ങൾ വട്ടപൂജ്യമായി ഭരിച്ച നാട്, 30 വർഷം നിങ്ങൾ അധികാരത്താൽ ഊഞ്ഞാലാടിയ നാടെന്ന് നിങ്ങൾ CPM-കാർ മൊത്തത്തിൽ ഇപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അതായത് ഒരു ഒറ്റ കാര്യം പറയാം. താങ്കൾ നേരത്തെ ജിന്നയുടെ കാര്യം പറഞ്ഞല്ലോ. ജിന്നയെ പ്രകീർത്തിച്ചത് LK അദ്വാനി പ്രകീർത്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേതാവാണ്. അല്ല, ഇവിടെ ഒരു യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല പറയട്ടെ, മുഹമ്മദ് അലി ജിന്നയുടെ ചരിത്രം പറയാമല്ലോ. മുഹമ്മദ് അലി ജിന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ചേരുന്നു. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംവിധാനം ഈ രാജ്യത്തെ മതപരമായി വിഭജിച്ചു. പിന്നീട് അവിടുന്ന് ലാഹോർ സമ്മേളനത്തിന് ശേഷം ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശമുള്ള രാജ്യം വേണം, പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചത് മുതലാണ് മുഹമ്മദ് അലി ജിന്നയുടെ ആശയങ്ങൾ നഖശിഖാന്തം ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ ആരും ജിന്നയെ എതിർത്തില്ലല്ലോ. എന്തുകൊണ്ട് എതിർത്തു? മതരാഷ്ട്രത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ എതിർത്തു. അത് ഇന്നും ആ എതിർപ്പ് നഖശിഖാന്തം തുടരുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷമാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ആധുനിക ജനാധിപത്യം ഒക്കെ രൂപപ്പെട്ടതിന് ശേഷമാണ് LK അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ച് പറഞ്ഞത്. അല്ലാതെ അതിനു മുമ്പുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്.